നമസ്കാരം, വൃന്ദാവനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് എരിക്ക് എന്ന സസ്യത്തെക്കുറിച്ചാണ്. എരിക്ക് എന്നുള്ള പേര് എല്ലാവർക്കും നല്ല പരിചയം ഉണ്ടാവും അല്ലേ? കാരണം എന്താ, ശിവാരാധനയ്ക്ക് എടുക്കുന്ന പുഷ്പങ്ങളിൽ ഒന്നാണ് എരിക്ക്. ശിവപൂജയ്ക്ക് എടുക്കുന്നുണ്ട്. അതിനപ്പുറം ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ്. കൂടാതെ നമ്മുടെ വഴിയോരത്ത് പറമ്പിൽ ഒക്കെ ധാരാളമായിട്ട് കണ്ടുവരുന്ന സസ്യമാണ് എരിക്ക്. അതിനപ്പുറം ഒരു വിശേഷം കൂടിയുണ്ട്. പാറിപ്പറന്ന് നടക്കുന്ന അപ്പൂപ്പൻ താടികൾക്ക് പുറകെ ഓടി നടന്നൊരു കുട്ടിക്കാലം നമുക്കൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? ആ അപ്പൂപ്പൻ താടികളെല്ലാം തന്നെ ഈ എരിക്കിൻ്റെ വിത്തുകളാണ് എന്ന് പറയുമ്പോൾ, വിത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത് പറയുമ്പോൾ കുറേ കൂടി സന്തോഷം തോന്നുന്നുണ്ടാവും അല്ലേ? കാരണം അപ്പൂപ്പൻ താടിയെ സ്നേഹിക്കാത്ത കുട്ടികളുണ്ടാവില്ല. ഇനി എരിക്ക് തന്നെ രണ്ട് വിധത്തിലുണ്ട് കേട്ടോ. വെളുത്ത പൂക്കളോട് കൂടിയ എരിക്കുമുണ്ട്, ചുവപ്പ് കലർന്ന നീല നിറത്തിലുള്ള ചിറ്റിരിക്കുമുണ്ട്. അതിൽ വെളുത്ത പൂക്കളുള്ള വെള്ളരിക്കിനാണ് ഔഷധ ഗുണം കൂടുതലായിട്ടുള്ളത്. ഇനി എരിക്കിൻ്റെ ഇല, തൊലി, കറ, പൂവ്, വേര് എല്ലാം തന്നെ സമൂഹ ഔഷധയോഗ്യമാണ്. തിരുവോണം നക്ഷത്രക്കാരുടെ നക്ഷത്രവൃക്ഷമാണ് എരിക്ക്. കൂടാതെ പൊക്കിളിന് താഴെയുള്ള ഭാഗത്തുള്ള അസുഖങ്ങൾക്കാണ് കൂടുതലായിട്ടും എരിക്ക് ഫലപ്രദം എന്ന് സുശ്രുത സംഹിതയിൽ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. കൂടാതെ വിയർപ്പിനെ ഉണ്ടാക്കാനുള്ള മരുന്ന് ആയിട്ടാണ് ചരക സംഹിതയിൽ എരിക്കിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അസ്ക്ലിപ്പിയഡേസി കുടുംബത്തിലെ അംഗമാണ് നമ്മളുടെ വെളുത്ത എരുക്ക്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം കലോട്രോപ്പിസ് പ്രോസിറ എന്നുള്ളതാണ്. ഇനി ചിറ്റെരുക്കുണ്ട് പറഞ്ഞു അല്ലേ? ഇതിൻ്റെ ശാസ്ത്രീയ നാമം കലോട്രോപ്പിസ് ജൈജാൻറ്റിയ എന്നുള്ളതാണ്. ഇനി പല പേരുകളിൽ എരുക്ക് അറിയപ്പെടുന്നുണ്ട്. സംസ്കൃതത്തിൽ എരുക്കിനെ അർക്ക, സൂര്യാഹ്വ, വിക്ഷീര, ക്ഷീരപർണി, അസ്ഫോടം, വസുക, ഭാസ്കരം, രവി, അളർക്കം, അങ്ങനെ പല പേരുകളിൽ സംസ്കൃതത്തിൽ ഇതിനെ പരാമർശിക്കുന്നുണ്ട്. ഹിന്ദിയിൽ അഗമന, ആഗ, മന്താര, പിന്നെ തമിഴിലാണെങ്കിൽ പെല്ലർകുടു, അങ്ങനെ പല പേരുകളിൽ എരുക്ക് അറിയപ്പെടുന്നുണ്ട്. ഇനി നിത്യജീവിതത്തിൽ വളരെയധികം നമുക്ക് ചേർത്ത് പിടിക്കാവുന്ന ഒരു സസ്യമാണ് എരുക്ക്. ഉപ്പുറ്റി വേദന പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ്. അതിന് എരുക്കിൻ്റെ പഴുത്ത ഇലകൾ ഒന്ന് ചൂടാക്കിയിട്ട് അതിൽ ഉപ്പുറ്റി കയറ്റി നിന്നാൽ നമ്മളുടെ ഉപ്പുറ്റി വേദന ശമിക്കാനായിട്ട് വളരെ നല്ലതാണ്. കൂടാതെ പഴുത്ത ഇല വാട്ടിപ്പിഴിഞ്ഞ നീര് ചെവി വേദനയ്ക്ക് വളരെ ഉത്തമമാണ്. കൂടാതെ വെളിച്ചെണ്ണ ചൂടാക്കി, എരുക്കിൻ്റെ ഇല ചൂടാക്കി വെളിച്ചെണ്ണ ചൂടാക്കി അതുകൊണ്ട് ചെവിയുടെ ചുറ്റുമുള്ള ഭാഗം തലോടുന്നത് വേദനയ്ക്ക് ശമനം കിട്ടാനായിട്ട് വളരെ നല്ലതാണ്. കൂടാതെ മഴക്കാലത്ത് കാല് വളം കടിക്കുക, അല്ലെങ്കിൽ കാൽവിരലുടെ ഇടയിൽ വളം കടിക്കുക പറയും. അങ്ങനെയുള്ള പ്രശ്നം എല്ലാവരെയും അലട്ടുന്ന ഒരു കാര്യമാണ്. അതിന് എരുക്കിൻ്റെ പശ, ആ കറ എടുത്ത് പുരട്ടിയാൽ മതി, വളരെ വ്യത്യാസം ഉണ്ടാവും. പല്ലുവേദനയുള്ളപ്പോൾ എരുക്കിൻ്റെ പശ ഒരു പഞ്ഞിയിൽ മുക്കി, ആ പഞ്ഞി വേദനയുള്ള പല്ലിൽ വെച്ചാൽ വേദനയ്ക്ക് നല്ല ശമനം ഉണ്ടാവും. കൂടാതെ പുഴുപ്പല്ലിന് വരെ ഇത് ഗുണപ്രദമാണ് എന്നാണ് വൈദ്യന്മാർ പറയുന്നത്. എരുക്കിന് പുറകിൽ ഒരു കഥ കൂടിയുണ്ട്. അതായത് പണ്ട് പാലാഴി മഥന സമയത്ത് ഭഗവാൻ പരമശിവൻ കാളകൂട വിഷം പുറത്തു വന്നപ്പോൾ അതെടുത്ത് കഴിക്കാനൊരുങ്ങി. ആ സമയത്ത് അതിൽ നിന്നും 2 തുള്ളി വിഷം താഴേക്ക് വീണുവെന്നും അത് വെളുത്ത എരുക്കിൻ പൂക്കളിലാണ് വീണത്. അതിനുശേഷം ആ പൂക്കളുടെ നിറം നീല നിറമായി മാറി എന്നാണ് കഥയിൽ പറയുന്നത്. അതിനുശേഷം ശിവഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പമായി എരുക്ക് മാറി. ശിവപൂജയ്ക്ക് ആഴ്ചയിലൊരിക്കൽ എരുക്കും പൂവ് എടുക്കാനായിട്ട് തുടങ്ങി. ശിവനെ മാല ചാർത്താനായിട്ട് നമ്മൾ പുഷ്പങ്ങൾ ഉപയോഗിക്കാറുണ്ട്, പൂജയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. കൂടാതെ എരുക്കിൻ്റെ കമ്പുകൾ നമ്മൾ ഹോമത്തിലേക്കായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതിനപ്പുറം എരുക്കിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എരുക്കിൻ്റെ ഇലകളിൽ പൊടി പിടിക്കുകയില്ല, അതായത് പൊടിയെ ചേർക്കാനുള്ള ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ എരുക്കിൻ്റെ ഇലകൾ നമ്മൾ അലർജി സംബന്ധമായ അസുഖങ്ങൾക്ക് ഔഷധമായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇതുകൂടാതെ എരുക്കിനെ നമ്മൾ കുറച്ചും കൂടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ചേർത്ത് പിടിക്കാറുണ്ട്. അതായത് വീട്ടിലേക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്ന ഒന്നാണ്, അതായത് ഐശ്വര്യം കൊണ്ടുവരുന്ന ഒന്നാണ് എരുക്ക്. എരുക്കിൻ പൂവ് ഉണക്കിപ്പൊടിച്ചത് സമം കുരുമുളക് ഉണക്കിപ്പൊടിച്ചത് ചേർത്ത് വൈദ്യന്മാർ ആസ്മ രോഗികൾക്ക് നൽകാറുണ്ട്. നല്ല ശമനം കിട്ടാറുണ്ട് എന്നാണ് പറയുന്നത്. കൂടാതെ ശരീരത്തിലുണ്ടാവുന്ന നീർക്കെട്ട്, വേദന എല്ലാം പോകാനായിട്ട്
എരിക്കില ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിച്ചാൽ മതി എന്നാണ് പറയുന്നത്. നല്ല നീർക്കെട്ട് പോകാനായിട്ട് വളരെ ഉത്തമമാണ് എരിക്കില ചേർത്ത് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കുന്നത്. പാമ്പുകടി ഏറ്റാലുള്ള ഒരു ഔഷധമാണ് എരുക്ക്. അതായത് കടിയേറ്റ ഉടനെ നമ്മൾ എരുക്കിൻ്റെ 3-4 ഇലകൾ ചവച്ചരച്ച് കഴിക്കാനായിട്ട് കൊടുക്കുക. ഒപ്പം തന്നെ വേര് ചതച്ച് ആ കടിയേറ്റ ഭാഗത്ത് പുരട്ടി ലേപനമായിട്ട് പുരട്ടി കൊടുക്കുക. ഇത് രണ്ടും ചെയ്താൽ ആ വിഷം ശരീരത്തിൽ പടരാനുള്ള സാധ്യത അത് കുറഞ്ഞു കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരു എരിക്കിൻ പൂവ്, 2 കുരുമുളക്, കുറച്ച് ഇന്ദുപ്പ്, കൂടാതെ ഇവയെല്ലാം തന്നെ ഒരു വെറ്റിലയിൽ വെച്ച് ചവച്ചരച്ച് അതിൻ്റെ നീരിറക്കിയാൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് എല്ലാം തന്നെ ശമനം കിട്ടുമെന്നാണ് പറയുന്നത്. എരിക്കിൻ്റെ ഇലയ്ക്കും കറയ്ക്കും ഒരു ഗന്ധമുണ്ട്. ഈ ഗന്ധം എലികൾക്ക് പറ്റില്ല, അതൊക്കെ അവർക്കത് ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് എരിക്കിൻ്റെ ഇല പിച്ച് കഷ്ണങ്ങളായിട്ട് എലി വരുന്ന, ഇപ്പോൾ നമ്മൾ പറയും അടുക്കളയിൽ കബോർഡിലൊക്കെ എലി വരാൻ ചാൻസ് ഉണ്ടല്ലേ, ഈ എലി വരുന്ന സ്ഥലങ്ങളിലെല്ലാം എരിക്കിൻ്റെ പച്ചിലകളെ മുറിച്ച് ഇട്ടാൽ എലി അവിടെ അധികം നേരം നിൽക്കില്ല എന്നാണ് പറയുന്നത്. ഈ സസ്യങ്ങളെല്ലാം തന്നെ നമ്മളുടെ മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി നിലനിൽക്കുന്നവയാണ് അല്ലേ. നമ്മൾ കുറച്ച് വെള്ളമോ കുറച്ചൊരു ശ്രദ്ധ മാത്രം അവർക്ക് കൊടുത്താൽ മതി, തിരിച്ച് ആരോഗ്യമുള്ളൊരു ജീവിതമാണ് അവർ നമുക്ക് പ്രദാനം ചെയ്യുന്നത്. വീണ്ടും മറ്റൊരു ഔഷധത്തെ പറ്റി പറഞ്ഞു തരാനായിട്ട് വീണ്ടും ഞാൻ വരാം. അതുവരേക്കും നമസ്കാരം.